ഗസയിലെ ഹമാസിന്റെ തിരിച്ചടി തങ്ങളുടെ തിരിച്ചടിയായി കാണുന്ന ഒരു രാജ്യമുണ്ട്, ഇറാൻ. അപ്പോൾ മനഃപൂർവ്വം ഇറാനെ പ്രകോപിപ്പിച്ചാലോ? പറഞ്ഞുവരുന്നത് ഇസ്രയേലിന്റെ കാര്യമാണ്. ഇറാന്റെ മുറിവിലേക്ക് ആസിഡ് ഒഴിക്കുന്ന ഒരു പ്രഖ്യാപനം ഇസ്രയേൽ നടത്തിയിരിക്കുന്നു. ഇറാനിലെ ടെഹ്റാനിലെത്തിയ ഹമാസ് തലവൻ ഹനിയെ വധിച്ചത് തങ്ങളാണെന്ന ഇസ്രയേലിന്റെ വെളിപ്പെടുത്തലാണത്. ഹനിയെ കൊല്ലപ്പെട്ടിട്ട് 5 മാസം പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിന്റെ പ്രത്യാഘാതമാണ് ഇനി ലോകം കാത്തിരിക്കുന്നത്. ഇസ്രയേലിന് മാത്രമായിരിക്കില്ല അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക. ഇസ്രയേലിനും അവരെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളും കൂടുതൽ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതു നിമിഷവും ലോകത്തെവിടെയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ ചാരസംഘടന ഉൾപ്പെടെ മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെയും ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെയും നേതാക്കളെ വധിച്ചതും സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതും ഇസ്രയേലാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കൊല്ലപ്പെട്ട ശേഷം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ തയ്യാറായിരുന്നില്ല. യമനിലെ വിമതവിഭാഗമായ ഹൂതികളുടെ നേതൃനിരക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കുമെന്നും കാട്സ് മുന്നറിയിപ്പ് നൽകി. ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ, ഉന്നത നേതാവ് യഹ്യ സിൻവർ, ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ല എന്നിവരോട് ചെയ്തതിന് സമാനമായി അൽ ഹുദൈദ്, സന എന്നിവിടങ്ങളിലും നടപടി സ്വീകരിക്കുമെന്നും കാട്സ് വ്യക്തമാക്കി. കഴിഞ്ഞ ജൂലൈ 31-ന് ഇറാനിൽ വെച്ചാണ് ബോംബ് സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസ്. ഇവിടെ സ്ഫോടനം നടക്കുകയായിരുന്നു. ഹനിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പരിണിതഫലമാണ് ഇനി അറിയേണ്ടതും. കാരണം ലോകരാജ്യങ്ങളിൽ അത്രയ്ക്കും ശക്തമായ നെറ്റ്വർക്ക് ഇറാനുണ്ട്. സ്വന്തം ജീവൻ നൽകിയും ചാവേറാക്രമണം നടത്താൻ തയ്യാറുള്ള ഗ്രൂപ്പുകളാണിത്. ഈ ഗ്രൂപ്പുകളെ അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുക തന്നെ വേണം. അതേസമയം ഇസ്രയേൽ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണവശാലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പുതിയ സാഹചര്യത്തിൽ കഴിയുകയില്ല. ഇറാനെ ആരാക്രമിച്ചാലും റഷ്യ ഇടപെടും. അതോടെ അത് ലോകയുദ്ധമായാണ് മാറുക. ഇപ്പോൾ തന്നെ ഇറാൻ യുദ്ധമുഖത്തേക്ക് വൻതോതിലുള്ള ഡ്രോണുകൾ ഉൾപ്പെടെയാണ് റഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇറാന് നേരെ എന്താക്രമണമുണ്ടായാലും റഷ്യ ഇടപെടും. റഷ്യ ഇറങ്ങിയാൽ അത് ലോകത്തിന്റെ സർവനാശത്തിലാണ് കലാശിക്കുക. അത്തരമൊരു സാഹചര്യം അമേരിക്കയും ആഗ്രഹിക്കാത്തതിനാൽ ഇറാൻ തിരിച്ചടിച്ചാലും ഇറാന് നേരെ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തലിലൂടെ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാവേണ്ടതുണ്ട്. അതെന്തായാലും സമാധാനം പുലർത്തുക അല്ലെന്ന് വ്യക്തമാണ്.